ഈവൻ നമ്പേഴ്സ്. അതായത് നമ്മൾക്കറിയാം 2, 4, 6, 8 എക്സെട്ര ഇങ്ങനെ പോകുന്നതാണ് ഈവൻ നമ്പേഴ്സ്. ഇനി നിങ്ങൾക്ക് ഒരെണ്ണവും കൂടെ മനസ്സിലാക്കാൻ ഉണ്ട്, ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സ് ആണെങ്കിൽ നമുക്ക് ഒറ്റക്ക സംഖ്യകൾ എന്ന് പറയും. 1, 3, 5, 7 ഇങ്ങനെ പോകുന്നതാണ് നമ്മുടെ ഒറ്റക്ക സംഖ്യ. ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ടും നമ്മൾ അരിത്തമെറ്റിക് സീക്വൻസ് പഠിക്കുമ്പോൾ പഠിച്ചിരിക്കണം. ഓരോ കുട്ടികളും ഇത് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇതുപോലും അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട് എനിക്ക് പരിചിതമായിട്ടുള്ള. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് നമ്മുടെ സ്കൂളുകളിൽ 10-60 കുട്ടികളുണ്ടായിരിക്കും. അതുപോലെ തന്നെ ട്യൂഷന് പോയി കഴിഞ്ഞാൽ തന്നെ 60ഓളം കുട്ടികളുടെ ഇടയിലിരുന്ന് പഠിക്കുമ്പോഴത്തേക്ക് പിന്നിൽ നിൽക്കുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ മനസ്സിലായില്ല എന്ന് വരാം. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഇവിടെ അഫക്റ്റ് ചെയ്യില്ല. കൃത്യമായി നിങ്ങൾ നോക്കി, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1, 2, 3, 4 ഇങ്ങനെ പോകുന്ന സംഖ്യാശ്രേണിയാണ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ ഓൾ നമ്പേഴ്സ് എന്ന് വിളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 0, 1, 2, 3, 4 എന്ന് പറഞ്ഞ് എക്സെട്ര അങ്ങനെ പോകുന്ന നമ്പേഴ്സ് ആണ്. അതുപോലെ ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 2, 4, 6, 8 ഇങ്ങനെ പോകുന്ന റണ്ണിങ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണ്. അതുപോലെ തന്നെ ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1, 3, 5, 7 ഇങ്ങനെ പോകും. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് അറിയേണ്ട ഒരു നമ്പർ സിസ്റ്റവും കൂടെ ഉണ്ട്. അതില് പ്രൈം നമ്പേഴ്സ്. പ്രൈം നമ്പറിനെ കുറിച്ചാണ് ഞാൻ അത് പറയുന്നത്. നോക്കിക്കോണം, പ്രൈം നമ്പേഴ്സ് അഭാജ്യ സംഖ്യകൾ എന്ന് നമ്മൾ മലയാളത്തിൽ പറയാറുണ്ട്. എന്താണ് പ്രൈം നമ്പേഴ്സ് എന്നാണ് പറയാം. പ്രൈം നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കൊണ്ട് മാത്രമേ ഗുണിച്ചു കഴിഞ്ഞാൽ ആ സംഖ്യ കിട്ടത്തുള്ളൂ. വേറെ ഏത് സംഖ്യ കൊണ്ട് ഗുണിച്ചാലും ആ സംഖ്യ കിട്ടത്തില്ല. എന്താണെന്ന് നമുക്ക് നോക്കാം. 1 × 2. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഏതെങ്കിലും സംഖ്യ കൊണ്ട് നിങ്ങൾ 2നെ ഗുണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 കിട്ടുമോ? ഇല്ല. അപ്പൊ 1 × 2 2 ആണ്. അതുപോലെ തന്നെ 2 × 2 ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ കിട്ടുന്നത്? 4 ആണ്. പക്ഷെ ഒരിക്കലും ഇതൊരു പ്രൈം നമ്പർ അല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കി വെക്കണം, 1 കൊണ്ട് മാത്രം ഗുണിച്ചാൽ കിട്ടുന്ന സംഖ്യകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പ്രൈം നമ്പേഴ്സ്. അതുപോലെ 1 × 3 നോക്കാം, അടുത്ത പ്രൈം നമ്പർ 3 ആണ്. അതുപോലെ തന്നെ നമുക്ക് 1 × 5 നോക്കിയാ 5. അപ്പം ഇതെല്ലാം പ്രൈം നമ്പേഴ്സ് ആണ്. അപ്പൊ ഞാൻ ഒരു 1നും 50നും ഇടയിൽ വരെയുള്ള പ്രൈം നമ്പേഴ്സ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാണാതെ പഠിച്ചു വെക്കണം. എല്ലാ കുട്ടികളും അത് പഠിച്ചിരിക്കണം.